വെൽക്കം ടു ജസ്റ്റ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ടൊരു ചിക്കൻ ചോറിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ചിക്കൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോത്തിൻ്റെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൊലിയില്ലാന്ന് വിചാരിച്ചിട്ട് തൊലിയില്ലാത്ത ചിക്കനായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി വലിയ പീസാക്കിയിട്ട് ചെയ്യണമെന്നില്ല, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും ഈ റെസിപ്പി ചെയ്യാം കേട്ടോ. ഇനി ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പാത്രത്തിൽ ചെയ്യണമെങ്കിൽ സാധാരണ പാത്രത്തിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 5 കരയാമ്പൂ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. 3 ഏലക്ക ചേർത്ത് കൊടുക്കുക. 2 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് പുതിനയിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. ഇതിലേക്കൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ മൂടി വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വരുത്തിയിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്കൊരു 4 കപ്പ് ബസ്മതി റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ അരി ഒന്ന് 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പിടി അണ്ടിപ്പരിപ്പും ഒരു പിടി ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 വിസിൽ വന്നിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊന്ന് ഇതിനെടുത്ത് മാറ്റാം കേട്ടോ. ചിക്കൻ വേവിച്ച വെള്ളത്തിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഒരു അരിപ്പയിൽ കൂടിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിലുള്ള ഒന്നും നമ്മളെ ചോറിലേക്ക് ചേർക്കില്ല കേട്ടോ. നമ്മൾ ചിക്കൻ വേവിച്ച് ഒരു വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ചോറുണ്ടാക്കുന്നത്. അത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അളവ് എടുത്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്തേക്ക് അരിയിട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, അരിക്ക് ആവശ്യത്തിനായിട്ടുള്ള. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് കേട്ടോ. ഇനി ഒരു ചോറിലേക്ക് വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ. ഇനി കുക്കറിനെ മൂടി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 1 വിസിൽ വരുത്താം. 2ാമത്തെ വിസിൽ വരാനാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. 1 വിസിൽ വന്ന് ഏറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഈ ഗ്യാസ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചോറ് അല്ലേ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കുക്കറിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. സാധാരണ പാത്രത്തിലും വെക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചോറിൻ്റെ പണി കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് ചേർക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇതിൻ്റെ മുകളിലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചിക്കൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ മഞ്ഞ ചിക്കനും വെള്ള ചിക്കനൊക്കെ കാണുമ്പോൾ ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റിൽ ഒരു കുറവില്ല കേട്ടോ. ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ.